എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത് ഞങ്ങൾ ആദിയോഗി പോവുകയാണ്. അപ്പോൾ ആദിയോഗി പോകുന്നതിൻ്റെ മുന്നേ ഞങ്ങളൊരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ പോകുന്നത് എവിടെ, മലമ്പുഴ ഡാമിലേക്ക്. അപ്പോൾ ഈ വീഡിയോയിൽ മലമ്പുഴ ഡാമായിരിക്കും കഴിഞ്ഞ വീഡിയോ, അതായത് അതിൻ്റെ മുന്നത്തെ ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങൾ വരുന്നതിൻ്റെ എവിടേക്കാണെന്നും പിന്നെ ഡാൻസും പാട്ടും അങ്ങനത്തതൊക്കെയാണ് ആ വീഡിയോയിലുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക, എന്നാലും ഞാൻ ഇന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എന്നാൽ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ അതെല്ലാവരും പോകട്ടോ. ഇവിടെ പിന്നെ അതാ കുറേ കടകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടാ നോക്കാം, കണ്ണ 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 നടന്ന് പോകാം. കുറേ കാലത്തിന് ശേഷം ഞാൻ വരുന്നത്. ഞാൻ മലമ്പുഴ ഡാമിൽ ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ മലമ്പുഴയിൽ 4ാം വയസ്സിലാണ്, 4ാം വയസ്സല്ല 4ാം ക്ലാസ്സിലാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പം എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇപ്പം വരുന്നത്. ചേട്ടൻ്റെ കൂടെ പണിയെടുക്കുക അപ്പുൻ്റെ വൈഫ് റിയാനാണ്, അത് മോളാണ് എടുത്തത്. പിന്നെ അതാ ശ്രേയ, ആരും പരിചയപ്പെടുത്തില്ല എന്ന് വെച്ചാൽ രേണുക, ഇത് ശ്രേയ, ശ്രുതി, പിന്നെന്താ വിസ്മയ. അപ്പോൾ എന്താ ഇത് കോപ്പിറൈറ്റ് വരുന്നുണ്ട്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഫുള്ളും ഞാൻ ഓൺ വോയിസ് കൊടുത്താട്ടോ. അപ്പോൾ എന്ത് കോപ്പിറൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ. മലമ്പുഴ ഡാമിൻ്റെ ഫ്രണ്ട് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, ഫ്രണ്ട് പോർഷനാണത്. കണ്ടോ, കടകൾക്കാണ് എല്ലാരും കണ്ടിട്ടോ. എന്താ സുധേട്ടൻ അതാ വെയിലെത്തിക്കണ്. കൃഷ്ണാഞ്ജന, ശ്രീക്കു, ഓരോരുത്തരും. ഇതാണ് നമ്മളെ അജിത്തേട്ടൻ്റെ അനിയൻ രഞ്ജിത്തേട്ടൻ. അജിത്തേട്ടനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അജിത്തേട്ടൻ വരുന്നുണ്ട്. പിന്നെ ഇത് കൂടെ ഞങ്ങൾക്ക് പോകുന്നു. ഇതാണ് മൊത്തം മലമ്പുഴന്റെ ചെറിയ ട്രെയിൻ. കണ്ണട അത് വേറെ എല്ലാരും നടക്കട്ടെ. അത്ര തിരക്കൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇരിക്കാനുള്ളതുണ്ട്. ചെടികളാണ് മെയിന്. ഇതെല്ലാരും ഓരോ വഴിക്കായിട്ട് തിരിയുന്നുണ്ടോ ഡാമിൻ്റെത്. പിന്നെ ഇവിടെ എന്താ കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നേ. ഇപ്പൊ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. കണ്ണ സൂപ്പറാ. എങ്ങനെ സൂപ്പർ പറയാ, എങ്ങനെ സൂപ്പർ പറയാ? അപ്പൊ അവൻ നോക്കട്ടോ, ഞാൻ എന്നെ തൊട്ട് നോക്കണം. ഓ എന്തെങ്കിലും വാങ്ങാന്ന് വെച്ചാൽ ചോളപ്പൊരിയോ ലേസ് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു കടയാണ്. കണ്ണെന്താണ്ട എന്ത് ഐസ്ക്രീമോ? വണ്ടിക്കൊപ്പം എങ്ങനെ വാങ്ങിക്കൊടുക്കുക? ഉള്ളു കാണുമ്പോൾ വരുമ്പോൾ വാങ്ങിക്കുക. ഇതൊന്നും വരും. ആ ഏത് വാനില? വാനില മതി. എന്താ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഇത് വാങ്ങി. കണ്ണെന്താ ഇവിടെ ഐസ്ക്രീം തിന്നാണ്. എത്രേ? ഇതാ അല്ല വേണ്ട, ബിസ്ക്കറ്റാ. എന്നാ ഒരു ബിസ്ക്കറ്റ് എന്നാളെ. ഇത് എന്നാളെ ഈ ഐഡൻസിക്ക് എന്നാളെ ഒന്ന്. ഓക്കെ. അപ്പോൾ ശ്രീകുട്ടിക്ക് ഇത് വാങ്ങിയിട്ട് താക്കം വരുമ്പോൾ ഐസ്ക്രീം വാങ്ങാൻ വിചാരിച്ചു. അപ്പോൾ ഈ ബട്ടർ സ്കോച്ചിൻ്റെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകാം കേട്ടോ. ടേസ്റ്റിലേക്ക് ഏറ്റവും കൂടുതലാണ് ബട്ടർ സ്കോച്ചിൻ്റെ. ഇപ്പം എന്താ സിപ്പപ്പ് ആയാലും ഐസ്ക്രീം ആയാലും രസന കണ്ണ. ഇനി പപ്പൊന്ന് ടേസ്റ്റ് ചെയ്യാം. രസില്ലേ കണ്ണ? വേണം ഐസ്ക്രീം പോണ്ടേ? ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അജിത്തേട്ടൻ നോക്കി നേരത്തെ. അതാണ് അജിത്തേട്ടൻ്റെ അനിയൻ, നേരത്തെ കണ്ടില്ലേ? കണ്ണ എനിക്ക് തരുന്നില്ല. കണ്ണ അവൻ്റെ പപ്പയ്ക്ക് കൊടുക്കുക. എനിക്കത് തരുമോ? കണ്ടോ പപ്പ കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് കുറച്ച് കണ്ടോ. ഇതുപോലത്തെ കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. പപ്പനൊക്കെ കൂടുതൽ അതായത് അച്ഛന്മാർ ഇഷ്ടമുള്ള ആരൊക്കെയാണെന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യാം.
ജന്തുവിനെ കണ്ടു. ആരാ മുതല ആയിട്ട് കടക്കാൻ പറ്റില്ല തോന്നുന്നു കേട്ടോ. ഇവിടെ അങ്ങനെ ഒരു ഇത് പറ്റിയോണ്ട് അറിയില്ല ഇനി കടക്കാൻ പറ്റുമെന്ന്. അതിൻ്റെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഇവിടേക്ക് എത്തുന്നുള്ളൂ. കാണുന്നുണ്ടോ അവിടുന്ന്? അതന്നെ എടുക്കന്നെയാണേ. ഓണാണ് വീഡിയോ. ഏയ്സ് അതാ ഇങ്ങനെ നടക്കും. നല്ല സുഖം എന്നുവെച്ചാൽ എന്താ പറയുക, ചൂടറിയണില്ല ഇല്ലല്ലോ, ചൂടറിയണില്ലല്ലോ. അവൻ കണ്ടവൻ്റെ പപ്പയ്ക്ക് ഇങ്ങനെ കൊടുക്കണ്. എനിക്കൊന്ന് താടാ, എനിക്കൊരു കഷ്ണം താടാ. കണ്ടടാ കണ്ടോ അവൻ തരാത്ത കണ്ടോ. ഞാൻ എന്തെങ്കിലും തിന്നുമ്പോൾ വെച്ച് ചോദിക്കാം, അപ്പം ഞാൻ തരാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല അതാ എന്താ റോപ്പ് വേ കൂടെ പോകണം. എന്താണ് എന്നാലും കുഴപ്പമില്ല. ഓനെ കുഞ്ഞ് ഐസ്ക്രീം ആക്കി തരാന്നേ. കുറച്ചും കൂടി ഐസ്ക്രീം ആക്ക്, എന്നാലേ ഐസ്ക്രീം ആവുള്ളൂ. കണ്ണെന്തെങ്ങനെ പഠിച്ച? വീഡിയോയിൽ കണ്ടതാ? കണ്ടോ വാവനാണ്. കണ്ടോ ഈ മല ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഭയങ്കര ഇഷ്ടം. അവിടെ കണ്ടോ നല്ല മഞ്ഞ് മൂടിയ പോലത്തെ ഉണ്ട്. വീക്ക്നെസ് ആണെന്നൊക്കെ പറയാം. കണ്ടോ ഓരോരുത്തർ പോണ നോക്കിയാ ടാട്ടനും ചേച്ചിമാരൊക്കെ പോണോ കടയിൽ കണ്ടോ. എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ പേടിച്ചു പോകുമ്പോൾ ഇതിൽ പോയാലോ. എത്ര 100 ഉള്ളൂ. ചോദിച്ചോക്കാം, രസമല്ലേ. എനിക്കും പേടി കേട്ടോ. ഞാൻ പിന്നെ സുധേട്ടനോട് വെറുതെ ചോദിച്ചു. ഈ മലയാണ് നമ്മൾ വരുമ്പോൾ ഒക്കെ ഇങ്ങനെ കണ്ടിരുന്നത് തോന്നുന്നു. കണ്ടോണ്ടേക്ക് നല്ല തണലും പിന്നെ അവിടെ തിരിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. എന്താണ് വേഗം കഴിക്കേ. അപ്പോൾ അതങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ നടക്കുക കേട്ടോ. കണ്ണനെ കുറച്ചെടുക്കും, പിന്നെ അവ നടക്കും, അങ്ങനെ എടുക്കും നടക്കും, അങ്ങനെ നടക്കുന്നു. എന്നുവെച്ചാൽ ഞാൻ എടുക്കണ്ട, സുധേട്ടൻ തന്നെ എടുത്താൽ മതി. അങ്ങനെ ഒരു കുറുമ്പ് പിടിച്ചെടുക്കാം കേട്ടോ. പിന്നെ എന്താ ഞാൻ പറഞ്ഞില്ലേ, കുറേ ചെടികളുണ്ടായിരുന്നു. അതിൽ ചെമ്പരത്തിപ്പൂവ് അവിടെ ഇവിടെ ആയിട്ട് ഇതേപോലെ കുഴിച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു താമര എന്ന നീലത്താമര അറിയാമല്ലോ. സുധേട്ടൻ പറഞ്ഞത് ആമ്പലാണെന്ന്, ഞാൻ പറഞ്ഞത് താമരയാണെന്ന്. ഇതെന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്, ഇത് ആമ്പലാണോ താമരയാണോ എന്നുള്ളത്. പിന്നെ ചുറ്റോറും പറഞ്ഞില്ലേ ചെമ്പരത്തിപ്പൂവും പല തരത്തിലുള്ള ചെടികളും ഉണ്ടായിരുന്നു. അത് ഒരു ഗാർഡൻ ഏരിയയാണ് ആ ഏരിയ. പിന്നെയാണ് മോൾക്കാണ് നമ്മൾ ഇത് വരുന്നത്, ഡാം വരുന്നത് കാണില്ലേ. അപ്പോൾ ഞങ്ങൾക്ക് മുന്നേ പോയവരൊക്കെ അവിടെ എത്തിയിട്ട് അവർ കൈ കൊണ്ട് ടാറ്റ വീശിട്ടായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മൂന്നാളും ഇങ്ങനെ മെല്ലെ പതുക്കെ ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വരികയാണ്. അപ്പം പിന്നെ ശ്രീകുട്ടിയൊക്കെ പിന്നെ അവരുടെ കൂടെ പോയിട്ടോ. കൃഷ്ണാഞ്ജന് അങ്ങനെയൊക്കെ കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ അങ്ങനെ അവരുടെ കൂടെ പോകണമെന്നിട്ട് അവരുടെ കൂടെ പോയി. പിന്നെ എനിക്കൊരു ടെൻഷനാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് അവരുടെ കൂടെ തന്നെ ഉണ്ടോ എന്നുള്ളത്. പിന്നെ എന്താ പറയുക, ഈ ഒരു പുലിനെ കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ശരിക്കില്ലെന്നാ. പിന്നെ അവന് മനസ്സിലായത് അത് വെറുതെ ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ അവൻ ആദ്യം ഒന്ന് പേടിച്ചിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു 18 സ്റ്റെപ്പല്ല ഉള്ളത്, ഇത് ഫുള്ളും കയറി ഞങ്ങളങ്ങനെ മുകളിലെത്താനായിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ബാക്കി നാളത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മൾ ഡാമിൻ്റെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ബായ്.